ന്യൂ എസ് സി ആർ ടി സീരീസാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്ററായിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. അപ്പോൾ എസ് സി ആർ ടി എല്ലാവരും നല്ലപോലെ പഠിക്കണേ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ഡയറിയാണ് കൊടുത്തേക്കുന്നത്. എന്താണ്? ഇന്ന് നടന്ന ലഹരി ബോധവൽക്കരണ ക്ലാസ് ഒരേ സമയം വിജ്ഞാനപ്രദവും ആവേശകരവുമായിരുന്നു. ലഹരി വസ്തുക്കൾ മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി ഒട്ടേറെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഡോക്ടർ ഷാജി നയിച്ച ക്ലാസ് വേറിട്ടൊരു അനുഭവമായിരുന്നു. ലഹരി മൂലം തകർന്ന കുടുംബങ്ങൾ, കുറ്റകൃത്യങ്ങൾ, മനുഷ്യന് നിരക്കാത്ത നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് ഡോക്ടർ വിവരിച്ചപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാകുമെന്ന് ഞാനും ഉറപ്പിച്ചു. ലഹരി മാഫിയയുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ട യോദ്ധാവിൻ്റെ നമ്പറിൽ അധികാരികളെ വിളിച്ചറിയിക്കുമെന്ന് അറിയിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആദ്യം ഭയം തോന്നി. എന്നാൽ ആരാണ് വിളിക്കുന്നതെന്ന് മറ്റാർക്കും അറിയാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ ആത്മവിശ്വാസം കൂടി. എനിക്കും എന്തെങ്കിലും ചെയ്യണം, ഒരു നാടകമായാലോ, ശ്രമിക്കട്ടെ. ഇതായിരുന്നു ഡയറിക്കകത്ത് പറയുന്നത്. ഇനി എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ, ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? ശാരീരികവും മാനസികവും സാമൂഹികമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയോ വൈകല്യമില്ലാത്ത അവസ്ഥയോ എന്നത് മാത്രമല്ല. അപ്പോൾ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന രോഗമില്ലാത്ത അവസ്ഥയും വൈകല്യമില്ലാത്ത അവസ്ഥയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ ആരോഗ്യം എന്ന് പറയുന്നത്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ലഹരി വസ്തുക്കളെ കൂടാതെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? രോഗാണുക്കൾ, പോഷക ആഹാരക്കുറവ് തുടങ്ങിയവ. ഇവ മൂലം ശരീരത്തിലെ സുസ്ഥിതിക്കുണ്ടാകുന്ന ഏത് വ്യതിയാനത്തെയും രോഗം എന്ന് പറയുന്നു. നമുക്ക് ചുറ്റുമുള്ള രോഗാണുക്കൾ മൂലം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് രോഗാണുക്കളുണ്ടാകും. അതുമൂലം പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. അപ്പം അവ പലതരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. നോക്ക്, ഇത്തരത്തിൽ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗമുണ്ടാക്കാൻ കഴിയുന്ന രോഗാണുക്കൾ അടക്കമുള്ള എന്തിനേയും നമ്മൾ ആൻറ്റിജനുകൾ എന്നാണ് വിളിക്കുന്നത്. രോഗാണുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ എന്നിവയെല്ലാം ആൻറ്റിജനുകൾക്ക് ഉദാഹരണമാണ്. രോഗാണുക്കൾ മാത്രമല്ല, പരാഗരേണുക്കൾ വരാം, പൊടി, പിന്നെ ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ എന്നിവയെല്ലാം ആൻറ്റിജനുകൾക്ക് ഉദാഹരണമാണ്. രോഗാണുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും പലപ്പോഴും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം എന്തായിരിക്കും? രോഗാണു പ്രവേശനം തടയുന്നതിനും പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് രോഗപ്രതിരോധ ശേഷി എന്നാണ് അതിനെ പറയുന്നത്. ഇവയിൽ ചിലത് നമുക്ക് ജന്മനാ കിട്ടും, ചിലത് നമ്മൾ ആർജിച്ചെടുക്കുന്നതുമാണ്. അപ്പോൾ രോഗപ്രതിരോധം, അതിനെ സഹജ പ്രതിരോധമെന്നും ആർജിത പ്രതിരോധമെന്നും രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? രോഗപ്രതിരോധത്തെ സഹജ പ്രതിരോധമെന്നും ആർജിത പ്രതിരോധമെന്നും. ഇവ ഓരോന്നും എപ്രകാരമാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സഹജ പ്രതിരോധം അഥവാ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ജന്മനാ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവികമായ പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം അഥവാ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. സഹജ പ്രതിരോധത്തിൽ ആൻറ്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. ഇവയെ പൊതുവായി പ്രാഥമിക തല പ്രതിരോധം അഥവാ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ജന്മന ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം അഥവാ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. സഹജ പ്രതിരോധത്തിൽ ആൻറ്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. ഇവയെ നമ്മൾ പൊതുവെ പ്രാഥമിക തല പ്രതിരോധം എന്ന് പറയുന്നു. നോക്ക്, അങ്ങനെ പ്രാഥമിക തല പ്രതിരോധ സംവിധാനങ്ങളുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഉമിനീർ, കണ്ണുനീർ എന്നിവയിലെ ലൈസോസൈം, പിന്നെ ചെവിയിലെ മെഴുക്, പിന്നെ സ്തരം, പിന്നെ ശ്വാസനാളിയിലെ സിലിക്ക, പിന്നെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ ത്വക്കിലെ സെബം, വിയർപ്പ്, അതൊക്കെ ഓരോ രോഗപ്രതിരോധ ശേഷിയാണ്. അതായത് സഹജ പ്രതിരോധം
തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ദഹനപഥത്തിലെയും മൂത്രപഥത്തിലെയും ഉപകാരിയായിട്ടുള്ള ബാക്ടീരിയകൾ, അവിടുത്തെ ശ്ലേഷ്മം, പിന്നെ ശ്ലേഷ്മസ്തരം ഒക്കെ. പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ അവയെ പ്രതിരോധിക്കുന്നതിനുള്ള സഹജ പ്രതിരോധ സംവിധാനമാണ് ദ്വിതീയ തല പ്രതിരോധം. പ്രാഥമിക തല പ്രതിരോധത്തെ ഇതൊക്കെ പ്രാഥമിക തലമായിട്ടുള്ള പ്രതിരോധങ്ങളാണ്. ഇതും കവിഞ്ഞ്, അതായത് ഇതിനെ ഭേദിച്ചിട്ടാണെങ്കിൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ പ്രതിരോധിക്കുന്നതിനുള്ള സഹജ പ്രതിരോധ സംവിധാനമാണ് ദ്വിതീയ തല പ്രതിരോധം അഥവാ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ശരീരത്തിൽ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ഏകോപിതമായ പ്രവർത്തനമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ദ്വിതീയ തല പ്രതിരോധത്തിൽ പങ്കെടുക്കുന്ന വെളുത്ത രക്തകോശങ്ങളും അവയുടെ ധർമ്മവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, പിന്നെ മോണോസൈറ്റ്, ബേസോഫിൽ. ന്യൂട്രോഫിൽ എന്താണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ന്യൂട്രോഫിൽ ചെയ്യുന്നത്. ഈസിനോഫിൽ എന്താ? അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, പരാതങ്ങളെ നശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈസിനോഫിൽ ചെയ്യുന്നത്. ഇനി മോണോസൈറ്റോ? അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് മോണോസൈറ്റ്. മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ബേസോഫിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്നതാണ് ഹിസ്റ്റമിൻ, അതിനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബേസോഫിൽ. കൂടാതെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെ ഉൽപ്പാദിപ്പിക്കുന്ന ബേസോഫിലാണ്. ബേസോഫിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹെപ്പാരിൻ, പിന്നെ ഹിസ്റ്റമിന്. ഇത്രയാണ് ഇവരുടെ ധർമ്മങ്ങൾ. അപ്പോൾ വെളുത്ത രക്തകോശങ്ങളായിട്ടുള്ള ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ. അപ്പോൾ ഈ ന്യൂട്രോഫിൽ എന്താണ്? ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരായിട്ടുള്ള രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈസിനോഫിലോ അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, കൂടാതെ പരാതങ്ങളെ നശിപ്പിക്കുന്നു. ഇനി മോണോസൈറ്റ് ആണെങ്കിൽ അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ബേസോഫിൽ ആണെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന സഹായിക്കുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി എന്താണ് ഫാഗോസൈറ്റോസിസ്? വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ഏർപ്പെടുന്ന രക്തകോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. വെളുത്ത രക്തകോശങ്ങളായ ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നിവയാണ് ഫാഗോസൈറ്റുകൾ. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ഫാഗോസൈറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നത്. ഫാഗോസൈറ്റോസിസിൻ്റെ പ്രവർത്തനം കൊടുത്തേക്കുന്ന രോഗാണു ഗ്രാഹികൾ, പിന്നെ ഗ്രാഹികളിൽ പ്രവേശിച്ചു, പിന്നെ ഫാഗോസോം, ഫാഗോലൈസോസോം, അങ്ങനെ രോഗാണുവിനെ നശിപ്പിക്കുന്നു. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. വീങ്ങൽ പ്രതികരണം. മുറിവോ ചതവോ ഏറ്റ ഭാഗത്തേക്ക് രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് അണുബാധയെ നേരിടാനായി വെളുത്ത രക്താണുക്കളെ എത്തിക്കുന്ന മാർഗമാണ് വീങ്ങൽ പ്രതികരണം. മുറിവോ ചതവോ ഏറ്റ ഭാഗത്ത് രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് അണുബാധയെ നേരിടാനായിട്ട് വെളുത്ത രക്താണുക്കളെ എത്തിക്കുന്ന മാർഗമാണ് വീങ്ങൽ പ്രതികരണം, അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റമീനും മറ്റ് രാസവസ്തുക്കളും പുറത്തുവിടുന്നു. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. രക്തപ്രവാഹം വർദ്ധിച്ച് വെളുത്ത രക്തകോശങ്ങളായ മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും ഈ ഭാഗത്തേക്ക് എത്തുന്നു. ഇവ രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഹിസ്റ്റമിൻ്റെ ധർമ്മം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹിസ്റ്റമിൻ എന്തിനാ? വീങ്ങലിന് കാരണമാകുന്നത്. അലർജി ഉണ്ടാകുമ്പോഴോ മുറിവുണ്ടാകുമ്പോഴോ ഒക്കെ അതിന് സഹായിക്കുന്നതാണ് ഹിസ്റ്റമിൻ. ഇനി പനി അഥവാ ഫീവർ. ശരീരത്തിൻ്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 37 ഡിഗ്രി സെൽഷ്യസ് ഉയരുന്ന അവസ്ഥയാണ് പനി.
അണുബാധയോ വീക്കമോ ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ വെളുത്ത രക്തകോശങ്ങൾ പൈറോജൻസ് എന്ന രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. ഇവയാണ് താപനില ഉയർത്താൻ തലച്ചോറിന് നിർദ്ദേശം നൽകുന്നത്. പനി ഒരുതരം പ്രതിരോധ സംവിധാനമാണ്. ഉയർന്ന താപനില ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കാനും രോഗാണുക്കളുടെ വളർച്ചയെ തടയാനും പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു. ശരീരം രോഗത്തിനെതിരെ പോരാടുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അണുബാധ മാറുമ്പോൾ താപനില സാധാരണ നിലയിലാകുന്നു. രക്തം കട്ടപിടിക്കൽ. ത്വക്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതോടൊപ്പം രോഗാണു പ്രവേശനവും തടയാനുള്ള ഒരു മാർഗമാണ് രക്തം കട്ടപിടിക്കൽ. മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥാനത്ത് പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലയും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തപ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിൻ നാരുകൾ ഉണ്ടാക്കുന്ന വലക്കണ്ണികളിൽ ചുവന്ന രക്താണുക്കൾ അകപ്പെടുകയും രക്തക്കട്ട രൂപപ്പെടുകയും ചെയ്യുന്നു. മുറിവുണങ്ങുന്നതുവരെ ഇത് കൂടുതൽ രക്തനഷ്ടം തടയുന്നു. മുറിവുണങ്ങൽ. മുറിവിൽ രക്തം കട്ടപിടിക്കുകയും വീങ്ങൽ ഉണ്ടാകുകയും ചെയ്യുന്നതോടെ മുറിവിൽ പുതിയ കലകൾ രൂപപ്പെട്ട് മുറിവുണങ്ങുന്നു. നഷ്ടപ്പെട്ട കലകൾക്കു പകരമായി യോജക കലകൾ കൊണ്ട് മുറിവുണങ്ങിയാൽ മുറിവിനടയാളം നിലനിൽക്കും. സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെയുള്ളതാണ് എന്ന് കണ്ടല്ലോ. അതിനാൽ ഇവയെ പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നു. സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലായില്ലേ? ഒരു വ്യക്തിയുടെ ജനനശേഷം രൂപപ്പെടുന്ന ആർജിത പ്രതിരോധം എങ്ങനെയാണെന്ന് നോക്കാം. ജനനശേഷം വികസിക്കുന്ന പ്രതിരോധമാണ് ആർജിത പ്രതിരോധം. ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്ന ആൻറ്റിജനുകളെ അല്ലെങ്കിൽ രോഗാണുക്കൾ പോലുള്ളവയെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു എന്നതിനാൽ ഇതിനെ പ്രത്യേക പ്രതിരോധം എന്നാണ് പറയുന്നത്. ലിംഫോസൈറ്റുകളാണ് പ്രധാനമായും ഈ പ്രതിരോധം നടത്തുന്നത്. 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളുണ്ട്: ടി ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിലാണ്. ആൻറ്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു ബി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്നു. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. എഡ്വേർഡ് ജെന്നർ. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഡോക്ടറായ എഡ്വേർഡ് ജെന്നർ വസൂരി വന്നവർക്ക് വസൂരി വരില്ലെന്ന് മനസ്സിലാക്കി. ഒരു കുട്ടിയിൽ വസൂരി രോഗാണുക്കളടങ്ങിയ സ്രവം കുത്തിവെച്ച് അദ്ദേഹം ഈ ആശയം വിജയകരമായി പരീക്ഷിച്ചു. പശു എന്ന അർത്ഥം വരുന്ന വക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിൻ എന്ന പേര് വന്നത്. ജെന്നർ വാക്സിനേഷൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു. ഡിഫ്തീരിയ, ടെറ്റനസ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെട്ട് പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും രോഗാണുക്കൾ പെരുകി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത്തരം സന്ദർഭങ്ങളിൽ കൃത്രിമമായ പ്രതിരോധ മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ എന്ന് പറയുന്നത്. രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം. ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയെ കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് പറയുന്നു. വാക്സിൻ്റെ ഘടകങ്ങൾ. പ്രതിരോധിക്കുന്ന രോഗങ്ങൾ. MMR നിർവീര്യ രോഗകാരികൾ അടങ്ങിയതാണ്. അഞ്ചാംപനി, മുണ്ടുനീര്, റുബെല്ല എന്നിവയെ പ്രതിരോധിക്കുന്നു. ഇനി OPV ആണെങ്കിൽ മൃതരോഗകാരികൾ അടങ്ങിയതാണ്. വാക്സിൻ്റെ ഘടന എന്ന് പറയുന്ന മൃഗ രോഗകാരികൾ അടങ്ങിയത്. പ്രതിരോധിക്കുന്ന രോഗമാണ് പോളിയോ. HPV വാക്സിൻ ആണെങ്കിൽ രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയത്. സെർവിക്കൽ ക്യാൻസറിനെ തടയുന്നു. COVID-19 വാക്സിൻ രോഗകാരിയുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗങ്ങൾ അടങ്ങിയത്. പ്രതിരോധിക്കുന്ന രോഗം കോവിഡ്.
വാക്സിൻ്റെ പ്രവർത്തനം. വാക്സിനുകൾ ശരീരത്തിൽ ആൻറ്റിജനുമായി പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ ആൻറ്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കൃത്യമായ ഡോസുകൾ സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു രോഗത്തിൽ നിന്ന് സംരക്ഷണം നേടാൻ കഴിയും. രോഗങ്ങൾ. പ്രതിരോധ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറ്, ജനിതക തകരാറ്, അനാരോഗ്യമായ ജീവിതശൈലി, രോഗാണുക്കളുടെ ആധിക്യം മുതലായവയെല്ലാം ശരീരത്തിൻ്റെ സുസ്ഥിതി തകരാറിലാക്കുകയും രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാം. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളും പാരമ്പര്യമായി ഉണ്ടാകുന്ന രോഗങ്ങളുമുണ്ട്. അപ്പോൾ ആർജിത രോഗങ്ങൾ എന്താണെന്ന് നോക്കാം. അക്വയർഡ് ഡിസീസസ്. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ. പരിസ്ഥിതി ഘടകങ്ങൾ, രോഗാണുക്കൾ, ജീവിതശൈലി തുടങ്ങിയവയെല്ലാം ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവയും പകരാത്തവയും ഉണ്ട്. പകരുന്ന മിക്ക രോഗങ്ങൾക്കും സൂക്ഷ്മജീവികളാണ് കാരണമാകുന്നത് എന്ന് മനസ്സിലായിട്ടില്ലേ? ഇത്തരം രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർജിത രോഗം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ. പരിസ്ഥിതി ഘടകങ്ങൾ, രോഗാണുക്കൾ, ജീവിതശൈലി തുടങ്ങിയവയെല്ലാം ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. രോഗങ്ങൾ തന്നെ പകരുന്നവയുണ്ട്, മറ്റുള്ളവരിലേക്ക് പകരുന്നവയും പകരാത്തവയും ഉണ്ട്. പകരുന്ന മിക്ക രോഗങ്ങൾക്ക് സൂക്ഷ്മജീവികളാണ് കാരണമാകുന്നത്. ഇത്തരം രോഗങ്ങളെ സാംക്രമിക രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്തത് ഇതിൽ കൊടുത്തേക്കുന്ന രോഗാണുവാഹക ഘടകങ്ങളാണ്. ഒന്ന് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ, പിന്നെ പ്രതലങ്ങളിലൂടെ, മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും, ചുമ, തുമ്മൽ എന്നിവയിലൂടെ, വായുവിൻ്റെ കണികകളായി, ഇങ്ങനെയൊക്കെ രോഗപകർച്ച രീതികൾ ഉണ്ടാകാൻ പറ്റും. രോഗാണുവാഹക ഘടകങ്ങളായിട്ടുള്ള വേറെ ഈ ജീവികളിൽ നിന്നൊക്കെ ഉണ്ടാവാം, ഭക്ഷണത്തിൽ നിന്നുണ്ടാവാം. രോഗങ്ങൾ പകരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് ചർച്ച ചെയ്യൂ. ഇനി മനുഷ്യരിൽ രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ എന്തെല്ലാമാണ്, അവ എങ്ങനെയാണ് രോഗം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ബാക്ടീരിയയാണ്. ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുമ്പോൾ പുറത്തു വിടുന്ന ടോക്സിനുകൾ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലത് കോശസ്തരത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് കോശത്തെ നശിപ്പിക്കുന്നു. നോക്കൂ, ക്ഷയവും എലിപ്പനി ക്ഷയം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓരോന്നിൻ്റെയും രോഗകാരികളും പകർച്ചാരീതികളും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്ഷയത്തിൻ്റെ രോഗകാരി ആരാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. പകർച്ചാ രീതി എങ്ങനെയാണ്? രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെ പകരും. പിന്നെ ബാധിക്കുന്ന ഭാഗമെന്ന് വെച്ചാൽ പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, അസ്ഥികൾ, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കും. ലക്ഷണം എന്ന് വെച്ചാൽ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പിന്നെ പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ കഫത്തിൽ രക്തമയവും കണ്ടേക്കാം. പ്രതിരോധം ചികിത്സ എന്താണ്? BCG, വാക്സിനേഷൻ, ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സ, അല്ലെങ്കിൽ ഡോട്ട്സ് എന്ന് പറയുന്നതിന്. ഡോട്ട്സ് ക്ഷയത്തിൻ്റെ ചികിത്സാ രീതിയാണ്. ക്ഷയം അറിയുന്നതിനുള്ള ആ ടെസ്റ്റിന് പറയുന്നത് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇത് അത്രയാണ് ക്ഷയത്തെക്കുറിച്ച്. ഇനി എലിപ്പനിയാണെങ്കിൽ എലിപ്പനിയുടെ രോഗകാരി ആര? ലെപ്റ്റോസ്പൈറയാണ്. പകർച്ചാ രീതി എന്ന് പറഞ്ഞാൽ എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസരത്തിലൂടെയോ ആണ് ഇത് പകരുന്നത്. ബാധിക്കുന്ന ഭാഗമെന്ന് വെച്ചാൽ വൃക്കകൾ, കരൾ, ശ്വാസകോശങ്ങൾ. ലക്ഷണമെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി. ഇനി പ്രതിരോധ ചികിത്സ എന്താണ്? പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക, ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ചികിത്സ. അടുത്ത വൈറസാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്നു. അങ്ങനെ കോശങ്ങളെ നശിപ്പിച്ച് രോഗമുണ്ടാക്കുന്നു. വിവിധ വൈറസ് രോഗങ്ങളെക്കുറിച്ചുള്ള
ചിത്രീകരണം 5.8 ചുവടെ നൽകിയിരിക്കുന്നു. നോക്കുക, എയ്ഡ്സ് രോഗകാരി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV ആണ്. ബാധിക്കുന്നത് T ലിംഫോസൈറ്റുകളെയാണ്. വൈറസ് T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിന് രോഗങ്ങളെ പെരുകാനുള്ള കഴിവ് കുറയുകയും രോഗങ്ങളെ ചെറുക്കുവാനുള്ള കഴിവ് കുറയുകയും ക്രമേണ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രാരംഭ ലക്ഷണങ്ങൾ മറ്റു വൈറസ് രോഗങ്ങളിലേതിന് സമാനമാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ന്യൂമോണിയ, ക്ഷയം, ചിലയിനം ക്യാൻസർ തുടങ്ങിയ വിവിധ മാരക രോഗങ്ങൾ ബാധിക്കും. പകരുന്ന വിധം HIV ബാധിതരായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, പിന്നെ HIV വിമുക്തമല്ലാത്ത സൂചികളും സിറിഞ്ചുകളും പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തമോ അവയവമോ സ്വീകരിക്കുന്നതിലൂടെ, HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. ചികിത്സയെന്ന് പറഞ്ഞാൽ എയ്ഡ്സ് പൂർണ്ണമായി ഭേദമാക്കാൻ നിലവിൽ മരുന്നുകളില്ല. എന്നാൽ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി ART വഴി വൈറസിനെ പെരുകൽ നിയന്ത്രിക്കാനും രോഗിയുടെ പ്രതിരോധ ശേഷി നിലനിർത്താനും സാധിക്കും. HIV DNA കോശങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റാൻ CRISPR പോലുള്ള CRISPR പോലെയുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകളും ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന HIV ഉണർത്തി നശിപ്പിക്കാൻ ആവശ്യമായ മരുന്നുകളും ഒപ്പം HIV വാക്സിനും കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ശാസ്ത്രലോകം. നിപ്പ രോഗകാരി എന്ന് വെച്ചാൽ നിപ്പ വൈറസ് ആണ്. നിപ്പ വൈറസ് NIV എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, തലവേദന, പേശിവേദന, ചുമ, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമാകുമ്പോൾ സ്ഥലകാല ബോധമില്ലായ്മ, അപസ്മാരം, ബോധക്ഷയം എന്നിവയുണ്ടാകാം. ഇനി പകരുന്ന വിധമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വവ്വാലുകളിൽ നിന്ന് പകരാം. പിന്നെ വവ്വാലുകളിൽ നിന്ന് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. പിന്നെ ഈ മാമ്പഴം മാങ്ങ താഴെ വീഴുന്നു. മാങ്ങ ഈ പന്നികൾ ഭക്ഷണം ആക്കുന്നു. പന്നികളെ നമ്മൾ ഭക്ഷണമാക്കുമ്പോൾ മനുഷ്യരിലേക്കും പകരുന്നു. രോഗലക്ഷണങ്ങളും സങ്കീർണതകളും കുറയ്ക്കാനുള്ള ചികിത്സ സപ്പോർട്ടീവ് കെയർ മാത്രമേ ഉള്ളൂ. ആൻറ്റിവൈറൽ മരുന്നുകളോ വാക്സിനുകളോ നിലവിലില്ല ഈ നിപ്പായ്ക്ക്. ഇനി ഫംഗസ് എന്താണ്? ഫംഗസുകളും മനുഷ്യരിൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇവ ചർമ്മത്തിലും നഖങ്ങളിലും നേരിട്ട് അണുബാധ ഉണ്ടാക്കുകയോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്താണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത്. നോക്ക്, റിംഗ്വേം, കാൻഡിഡിയാസിസ്. രോഗം ബാധിക്കുന്ന ഭാഗം, ലക്ഷണം ബാധിക്കുന്ന വിധം, ലക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. റിംഗ്വേം എവിടെയാണ്? രോഗം ബാധിച്ചവരിലൂടെയും സ്പർശനങ്ങളിലൂടെയും മലിനമായ വസ്തുക്കളിലൂടെയും മൃഗങ്ങളിൽ നിന്നുമൊക്കെ ഇത് ബാധിക്കും. ലക്ഷണമെന്ന് വെച്ചാൽ വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ, ചൊറിച്ചിൽ എന്നിവയാണ്. കാൻഡിഡിയാസിസ് എന്താണ്? നേരിട്ടുള്ള സമ്പർക്കം, പിന്നെ വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ, ലൈംഗിക ബന്ധം വഴിയൊക്കെ ഇത് പകരും. വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിൽ, ബാധിച്ചയിടത്ത് ചുവന്ന ചൊറിച്ചിലുണ്ടാകുന്ന പാടുകൾ, പിന്നെ നിറം മങ്ങിയ കട്ടിയുള്ള നഖങ്ങളൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി പ്രോട്ടോസോവ എന്താണ്? ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. ചില പ്രോട്ടോസോവകൾ ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ചിലത് ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കളും പുറത്തുവിടുന്നു. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. മലമ്പനി എന്താണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. മലമ്പനിയുടെ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ രോഗാണുവാഹകനാരാണ്? അനോഫിലസ് എന്ന് പറയുന്ന പെൺകൊതുകാണ്.
അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. പ്ലാസ്മോഡിയം ശരീരത്തിൽ എത്തുന്നു, പെരുകുന്നു, ചുവന്ന രക്തകോശങ്ങളെ നശിപ്പിക്കുന്നു. അനോഫിലസ് കൊതുകിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മോഡിയത്തിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. പനി, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശിവേദന, ശരീരവേദന, ക്ഷീണം എന്നിവയെല്ലാമാണ് ലക്ഷണങ്ങൾ. ആൻറ്റി മലേറിയ മരുന്നുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രോട്ടോസോവ രോഗവുമായി ബന്ധപ്പെട്ട പത്രവാർത്തയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നോക്കുക. അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമായി കുട്ടി ആശുപത്രി വിട്ടു. തിരുവനന്തപുരം. അത്യപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 7 വയസ്സുകാരൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനമായി. നെഗ്ലേറിയ ഫൈലറി എന്ന അമീബയാണ് ഈ മാരക രോഗത്തിന് കാരണം. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബ പേരെന്താണ്? നെഗ്ലേറിയ ഫൈലറി എന്ന് പറയുന്ന അമീബയാണ് ഈ രോഗത്തിന് കാരണം. കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചോറിലേക്ക് കടക്കുകയും അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായ ജലങ്ങളിൽ കുളിക്കുകയും മുഖം കഴുകുന്നതും ഒഴിവാക്കി ഈ രോഗം വരുന്നത് തടയാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇനി അടുത്ത വിരകളാണ്. വിരകളും രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരം ചില രോഗങ്ങൾ പരിചയപ്പെടാം. കൃമി, ഉണ്ടവിര തുടങ്ങിയ പരാത വിരകൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ രോഗങ്ങളെ പൊതുവെ വിരശല്യം എന്ന് പറയുന്നു. നഖം കടിക്കുകയോ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയോ മലിനജലം കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ രോഗം പകരുന്നു. വിളർച്ച, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലകറക്കം, ഛർദി എന്നിവയുണ്ടാക്കുന്നു. ആൽബൻഡസോൾ പലതരം വിരകളെ നശിപ്പിച്ച് വിരശല്യം തടയുന്നു. വിരശല്യം പകരുന്നത് തടയാനും ആൽബൻഡസോൾ ഗുളിക ഫലപ്രദമാണ്. ഇനി അടുത്ത് എന്താണ്? ഫിലേറിയസിസ് അഥവാ മന്ത് എന്ന് പറയും. ഫൈലേറിയൻ വിരകൾ ലിംഫ് വാഹികളിൽ തങ്ങി നിന്ന് ലിംഫിൻ്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് മന്ത് രോഗമുണ്ടാകുന്നത്. ക്യൂലക്സ് പെൺകൊതുകുകളാണ് ഈ രോഗാണുക്കളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. കൊതുക് കടിക്കുമ്പോൾ വിരകളുടെ ലാർവകൾ രക്തത്തിൽ പ്രവേശിച്ച് വളരുകയും ലിംഫ് വാഹികളിൽ എത്തി അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. തൽഫലമായി ലിംഫ് ദ്രവം കെട്ടിനിന്ന് കാലക്രമേണ കാലുകൾ, കൈകൾ, ജനനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങൾ അമിതമായി വീങ്ങി വലുതാകുന്നു. അതാണ് ഫൈലേറിയൻ വിരയുടെ പിക്ചറും ക്യൂലക്സ് കൊതുകാണ് ഈ രോഗാണുക്കളെ മനുഷ്യരിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയും. രോഗകാരി ആരാണ്? ഫൈലേറിയൻ വിരകളാണ്. പരിചയപ്പെട്ട രോഗങ്ങളിൽ പലതും കൊതുക്, എലി എന്നിവ പകർത്തുന്ന രോഗങ്ങളാണല്ലോ. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം? ഓക്കെ. എല്ലാ രോഗങ്ങളും പകരുമോ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നവയാണോ എല്ലാ രോഗങ്ങളും? ചിലത് അല്ലാത്തവയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കാം. ക്യാൻസറാണ്. പകരാത്ത ഒരു രോഗമാണ് ക്യാൻസർ. അതിൻ്റെ ഒരു ക്യാൻസർ കോശ വളർച്ചയാണ് ഈ കാണിച്ചേക്കുന്നത്. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത്. ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് അതുവഴിയാണ്. ഇനി ക്യാൻസറിൻ്റെ കാരണങ്ങളാണ് ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി എന്നിവയൊക്കെ ക്യാൻസറിൻ്റെ കാരണങ്ങളാണ്. ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ശസ്ത്രക്രിയ, പിന്നെ കീമോതെറാപ്പി, വികിരണ ചികിത്സ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, പിന്നെ ഹോർമോൺ തെറാപ്പി തുടങ്ങിയവയെല്ലാം ചികിത്സാ മാർഗങ്ങളാണ്. അപ്പോൾ ശസ്ത്രക്രിയ, കീമോതെറാപ്പി, വികിരണ ചികിത്സ, പിന്നെ ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, പിന്നെ ഹോർമോൺ തെറാപ്പി, ഇതൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ.
അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടൊപ്പം സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത് അങ്ങനെയാണ്. ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയാണ്? രോഗം എന്തൊക്കെയാണ്? പ്രമേഹം, അമിത രക്തസമ്മർദ്ദം. തൊഴിൽജന്യ രോഗം ഏതാണ്? സിലിക്കോസിസ് തൊഴിൽജന്യ രോഗമാണ്. സ്വയം പ്രതിരോധ വൈകല്യമാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. പോഷക വൈകല്യമാണ് അനീമിയ. ഇനി ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണോ? അല്ല. ഇനി അടുത്തത് എന്താണ്? പാരമ്പര്യ രോഗങ്ങളാണ്. ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ. അത്തരം ചില രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നമുക്ക് സിക്കിൾ സെൽ അനീമിയ. കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണം. ബാധിക്കുന്ന വിധം എങ്ങനെയാണ്? ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ ആകൃതിയിലാകുന്നു. ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ഓമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടയും. രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി ഹീമോഫീലിയയ്ക്ക് കാരണം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ് ഹീമോഫീലിയയ്ക്ക് കാരണം. ബാധിക്കുന്ന വിധം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ അഭാവം, ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിത രക്തസ്രാവം. അപ്പോൾ പിക്ചർ കൊടുത്തേക്കുന്നത് സാധാരണ വ്യക്തിയുടെ സാധാരണ വ്യക്തിയുടെയും പിന്നെ ഹീമോഫീലിയ രോഗിയായിട്ടുള്ള ആളുടെയും ഇതാണ് കൊടുത്തേക്കുന്ന പിക്ചർ. ജീനിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഇനി രോഗങ്ങൾ തന്നെ എങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടായിരുന്നു? പാരമ്പര്യ രോഗങ്ങളും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ആർജിത രോഗങ്ങളുമുണ്ട്. ആർജിത രോഗങ്ങളിൽ തന്നെ പകരുന്ന രോഗങ്ങളൊന്നും പകരാത്ത രോഗങ്ങളൊന്നും ഉണ്ട്. പിന്നെ പാരമ്പര്യ രോഗങ്ങളുണ്ട്. അതിൻ്റെ ഇത്രയും പേരുകളായിരുന്നു നമ്മൾ പഠിച്ചത്. ചികിത്സ നോക്കാം. ട്രീറ്റ്മെൻറ്റ്. എപ്പോഴാണ് ചികിത്സ തേടേണ്ടത്? നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാം? താഴെ തന്നിരിക്കുന്ന വിവരണം വിശകലനം ചെയ്യാമെന്ന്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതത് പ്രദേശത്തെ ജീവിത രീതി, സംസ്കാരം, ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്കനുസൃതമായ ചികിത്സാ രീതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആയുർവേദം, യുനാനി എന്നിവയെല്ലാം ഇത്തരത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ചികിത്സാ രീതികളാണ്. ആയുർവേദം എന്താണ്? ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോകപ്രശസ്തമായ ചികിത്സാ രീതിയാണ് ആയുർവേദം. ആഹാരക്രമം, ഹെർബൽ മരുന്നുകൾ, വ്യായാമ രീതികൾ എന്നിവ ഉപയോഗിച്ച് ശരീരത്തിലെ വ്യവസ്ഥകളുടെ സന്തുലനം ഇതിൽ ലക്ഷ്യമാക്കുന്നു. ആയുർവേദത്തിൽ സസ്യജന്തുജന്യമായ വസ്തുക്കൾ ഔഷധമായി ഉപയോഗിക്കുന്നു. ചരകൻ ആണ് ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവ്. ഇനി ഹോമിയോപ്പതി. ജർമ്മൻ ഡോക്ടറായിരുന്ന സാമുവൽ ഹനിമാൻ മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ആരോഗ്യമുള്ള ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന പ്രകൃതി ദ്രവ്യങ്ങളുടെ നേർപ്പിച്ച മാത്രകൾ ഉപയോഗിച്ച് രോഗത്തെ പ്രതിരോധിക്കുന്ന രീതിയാണ് ഇത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? സാമുവൽ ഹാനിമാൻ. ഇനി ആധുനിക വൈദ്യശാസ്ത്രം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. രോഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തിരുത്തി രോഗകാരികൾ, രോഗനിർണയം, പിന്നെ മരുന്നുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ ചികിത്സാ രീതിയാണ് ഇത്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ആധുനിക വൈദ്യശാസ്ത്രം പിന്തുടരുന്ന രീതികളാണ് ഈ കൊടുത്തേക്കുന്നത്. നിർണയം, ചികിത്സ. രോഗലക്ഷണങ്ങളെ വിലയിരുത്തൽ, ലാബ് പരിശോധന, ശരീര പരിശോധന. ചികിത്സ എന്താണ്? ഔഷധം, ശസ്ത്രക്രിയ, പിന്നെ അവയവം മാറ്റിവയ്ക്കൽ, പിന്നെ വികിരണ ചികിത്സ. ഇനി രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളുടെയൊക്കെ പിക്ചേഴ്സാണ്. അത് പരിശോധിക്കാനുള്ള ഉപകരണങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്.
ഇനി ഓരോ സ്പെഷ്യലൈസേഷനുകൾ: ജനറൽ മെഡിസിൻ, കാർഡിയോളജി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, യൂറോളജി, നെഫ്രോളജി, ന്യൂറോളജി, ENT. ഇതൊക്കെ ഓരോ വിഭാഗം. ഔഷധങ്ങൾ എന്താണ്? രോഗനിർണയത്തെ തുടർന്ന് ചികിത്സയ്ക്കായി വിവിധ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു. ഇവ സസ്യങ്ങളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നോ സൂക്ഷ്മജീവികളിൽ നിന്നോ ഉണ്ടാക്കുന്നവയോ കൃത്രിമമായി നിർമ്മിക്കുന്നവയോ ആകാം. ഇവയിൽ ആന്റിബയോട്ടിക്കുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആന്റിബയോട്ടിക്കുകൾ സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ കൃത്രിമമായി ഉണ്ടാക്കുന്നതോ ആയതും ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്നതും ആയ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ. ഇവ ബാക്ടീരിയ രോഗങ്ങൾക്കെതിരായി ഉപയോഗിക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ ഔഷധമാണെങ്കിലും അവയുടെ അശാസ്ത്രീയവും അമിതവുമായ ഉപയോഗം പല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നു. അവയിൽ ചില പാർശ്വഫലങ്ങളാണ് ദഹന വ്യവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് വയറിളക്കം, ഛർദി, വയറുവേദന, പിന്നെ അലർജി, കരൾ, വൃക്ക തകരാറുകൾ, കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെ നാശം, ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധം, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി ഉണ്ടാകുന്നു എന്നത് ഗുരുതരമായ പ്രശ്നമാണ്. ഇത് ചികിത്സ സങ്കീർണമാക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ. അലക്സാണ്ടർ ഫ്ലെമിങ്ങും പെൻസിലിനും. സ്കോട്ടിഷ് ബാക്ടീരിയോളജിസ്റ്റായ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928 ആകസ്മികമായി പെൻസിലിൻ കണ്ടെത്തി. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടെത്തിയത്. സ്റ്റാഫിലോകോക്കസ് ബാക്ടീരിയ അടങ്ങിയ പെട്രി ഡിഷിൽ പെനിസിലിയം നൊട്ടാറ്റം എന്ന ഫംഗസ് വളർന്നപ്പോൾ അത് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. മനുഷ്യകോശങ്ങളെ നശിപ്പിക്കാതെ ബാക്ടീരിയകളെ കൊല്ലുന്ന ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിരുന്നു ഇത്. ഫ്ലെമിങ്ങിന് പെൻസിലിൻ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദശാബ്ദത്തിനു ശേഷം ഹൊവാർഡ് ഫ്ലോറിയും ഏണസ്റ്റ് ബോറിസ് ചെയിനും ചേർന്ന് ശുദ്ധീകരിക്കുകയും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. 1945 ഫ്ലെമിങ്ങിനും ഫ്ലോറിക്കും ചെയിനിനും ഇതിന് നോബൽ സമ്മാനം ലഭിച്ചു. ഇത് ആന്റിബയോട്ടിക് യുഗത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് സക്സസ് ആക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നെ ആരൊക്കെ കൂടെ ചേർന്നാണ്? ഹൊവാർഡ് ഫ്ലോറിയും പിന്നെ ഏണസ്റ്റ് ബോറിസ് ചെയിനും ചേർന്ന് ആണ് ഇത് ശുദ്ധീകരിക്കുകയും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തത്. ഇത് കണ്ടെത്തിയതിന് 1945 അവർക്ക് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇതുപോലെ വൈറസുകൾക്കെതിരായ ആന്റിവൈറൽ മരുന്നുകളും ഫംഗസുകൾക്കെതിരായി ആന്റിഫംഗൽ മരുന്നുകളും പ്രോട്ടോസോവകൾക്കെതിരായി ആന്റിപ്രോട്ടോസോവൽ മരുന്നുകളും വിരകൾക്കെതിരായി ആന്റിഹെൽമിന്ത് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. പനി കുറയ്ക്കാനായി ആന്റിപൈററ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. പനി കുറയ്ക്കാനായിട്ട് ആന്റിപൈററ്റിക്കുകളും പിന്നെ വിരകൾക്കെതിരായിട്ട് ആന്റിഹെൽമിന്ത്, പിന്നെ ഫംഗസിനെതിരായിട്ട് ആന്റിഫംഗൽ മരുന്നുകൾ, വൈറസുകൾക്കെതിരായിട്ട് ആന്റിവൈറസ് മരുന്നുകൾ ഉപയോഗിക്കുന്നു. രക്തദാനം ചെയ്യുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ്: 18നും 60നും മധ്യേ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ചുരുങ്ങിയത് 50 കിലോ ഭാരമുണ്ടായിരിക്കണം. ആസ്മ, അപസ്മാരം, ഹൃദ്രോഗം, കിഡ്നി രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവർ രക്തദാനം പാടില്ല. രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ 12.5 g/dl മുകളിൽ ആയിരിക്കണം. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും പ്രസവശേഷം 1 വർഷത്തേക്ക് രക്തദാനം പാടില്ല. ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മാസത്തൊരിക്കലും സ്ത്രീക്ക് 4 മാസത്തൊരിക്കലും രക്തദാനം ചെയ്യാവുന്നതാണ്. ഇനി രക്തനിവേശനം അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്? ഒരു വ്യക്തിയിൽ നിന്നുള്ള രക്തം അല്ലെങ്കിൽ രക്തഘടകങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് രക്തനിവേശനം. രക്തം നൽകുന്ന വ്യക്തിയെ രക്തദാതാവ് എന്നും രക്തം സ്വീകരിക്കുന്ന വ്യക്തിയെ രക്തസ്വീകർത്താവ് എന്നും വിളിക്കുന്നു.
ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണുന്ന എ, ബി എന്നീ ആന്റിജനുകളാണ് രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനം. രക്തത്തിലുള്ള ആന്റിജൻ ഏതാണോ അതാണ് ആ വ്യക്തിയുടെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്. രക്തപ്ലാസ്മയിലുള്ള ആന്റിബോഡികൾക്കും രക്തനിവേശനത്തിൽ പ്രാധാന്യമുണ്ട്. ചില വ്യക്തികളിൽ എ, ബി എന്നീ ആന്റിജനുകൾ കൂടാതെ ഡി ആന്റിജനും കാണപ്പെടാറുണ്ട്. ഡി ആന്റിജൻ ഉണ്ടെങ്കിൽ രക്തഗ്രൂപ്പ് പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. ഡി ആന്റിജൻ ആദ്യമായി കണ്ടെത്തിയത് റീസസ് കുരങ്ങിൽ നിന്നായിരുന്നു. ഇതിനെ റീസസ് ഘടകം എന്ന് വിളിക്കുന്നു. സ്വീകർത്താവിൻ്റെ രക്തത്തിൽ സ്വാഭാവികമായി ഇല്ലാത്ത ആന്റിജൻ ദാതാവിൻ്റെ രക്തം വഴി എത്തിയാൽ അതിനെതിരെ സ്വീകർത്താവിൻ്റെ പ്ലാസ്മയിലെ ആന്റിബോഡികൾ പ്രവർത്തിച്ച് രക്തക്കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതിനാൽ രക്തനിവേശനത്തിൽ രക്തഗ്രൂപ്പുകൾ നിർബന്ധമായും പരിഗണിക്കണം. നമുക്ക് ബോംബെ രക്തഗ്രൂപ്പ്. 1952 മുംബൈയിൽ ഡോക്ടർ Y.M. ഫെൻഡെ ആണ് ഈ ഗ്രൂപ്പ് കണ്ടെത്തിയത്. എല്ലാ ഗ്രൂപ്പുകാരിലും കാണുന്ന H ആന്റിജൻ ബോംബെ ഗ്രൂപ്പുകളിൽ കാണുന്നില്ല. ഇക്കാരണത്താൽ സാധാരണ പരിശോധനയിൽ O ഗ്രൂപ്പായി തോന്നുമെങ്കിലും സാധാരണ O ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാനാവില്ല. ബോംബെ രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ഇവർക്ക് രക്തം സ്വീകരിക്കാനാവൂ. അപൂർവമായ ഈ ഗ്രൂപ്പ് ഇന്ത്യയിൽ ഏകദേശം 10,000 പേരിൽ ഒരാൾക്കും ലോകത്തിൽ 10 ലക്ഷത്തിൽ ഒരാൾക്കും മാത്രം കാണപ്പെടുന്നു. ജന്തുരോഗങ്ങൾ. മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും വിവിധ രോഗങ്ങൾ ഉണ്ടാകുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അത്തരത്തിൽ ചില രോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. കുളമ്പ് രോഗം. രോഗകാരി ആരാണ്? വൈറസാണ്. ബാധിക്കുന്നത് കന്നുകാലികളായ, അതായത് പശു, എരുമ തുടങ്ങിയവയ്ക്ക്. പ്രതിരോധം എന്താണ്? വാക്സിൻ. കുളമ്പ് രോഗം വൈറസ് രോഗമാണ്. രോഗകാരി വൈറസാണ്. ഇനി ആന്ത്രാക്സ് ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ വരുത്തുന്നതാണ്. അതും കന്നുകാലികൾക്കാണ് ബാധിക്കുന്നത്. വാക്സിനിലൂടെ പ്രതികരിക്കാം, പ്രതിരോധം ചെയ്യാം. പിന്നെ അകിട് വീക്കം, അതും ബാക്ടീരിയ രോഗമാണ്. കന്നുകാലികൾക്കാണ്. വാക്സിനാണ് പ്രതിരോധ മാർഗം. കോഴി വസന്ത വൈറസാണ്. കോഴികൾക്കും താറാവിനും വരുന്നതാണ്. വാക്സിന് ഉപയോഗിച്ച് അതിനെ തടുക്കാം. ഇനി സസ്യരോഗങ്ങൾ. സസ്യങ്ങൾക്കും രോഗങ്ങൾ ബാധിക്കാറുണ്ട്. നോക്കാം. വഴുതനയിലെ വാട്ടം ബാക്ടീരിയയാണ് രോഗകാരി. ഇളം ഇലകൾ പെട്ടെന്ന് വാടിപ്പോകുന്നു. ക്രമേണ ഇലകൾ മഞ്ഞ നിറമാകും. വളർച്ച മുരടിക്കുകയും ശാഖകൾ കുറയുകയും ചെയ്യും. നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗവും ബാക്ടീരിയ രോഗമാണ്. ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ പുള്ളികൾ, നെന്മണികളിൽ പുള്ളിക്കുത്തുകളും ഒക്കെ ഉണ്ടാകും. ഇനി വാഴയുടെ കുറുനാമ്പ് രോഗം വൈറസാണ്. ഇലകൾ നീളവും വീതിയും കുറഞ്ഞ് കുറുകി കുത്തനെ ഉയർന്നു നിൽക്കുന്നു. വളർച്ച മുരടിക്കുന്നു. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം വൈറസ് രോഗമാണ്. പ്രാരംഭഘട്ടത്തിൽ ഇലകളിൽ ഇളം മഞ്ഞ നിറമുള്ള പാടുകൾ ഉണ്ടാകുന്നു. ഇവ ക്രമേണ വെള്ള നിറമാകുന്നു. ചെടിയുടെ വളർച്ച മുരടിക്കുകയും കിഴങ്ങിൻ്റെ വലിപ്പം കുറയുകയും ചെയ്യുന്നു. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ ഫംഗസ് രോഗമാണ്. ഇളം ഇലകൾ മഞ്ഞ നിറമാകുന്നു. കൂമ്പ് വാടി താഴേക്ക് വീഴുന്നു. ഇനി കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും ഫംഗസ് രോഗമാണ്. ഇലകളിലും തണ്ടുകളിലും നനഞ്ഞ പാടുകൾ. ഇലകൾ കൊഴിയുകയും ചെടി പെട്ടെന്ന് വാടുകയും ചെയ്യുന്നു. ജന്തുക്കളെ പോലെ സസ്യങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ സസ്യങ്ങളിലെ പ്രതിരോധം എങ്ങനെയാണ്? ദൃഢമായ കോശഭിത്തി, പുറംതൊലി, ഇലകളിലും തണ്ടുകളിലുമുള്ള മെഴുക്ക് ആവരണം മുതലായവ രോഗാണു പ്രവേശനം തടയുന്നു. ആന്റിമൈക്രോബിയൽ പദാർത്ഥങ്ങൾ രോഗാണുക്കളെ കൊല്ലുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്നു. എൻസൈമുകൾ രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കുന്നു. രോഗാണുബാധയേറ്റ ഭാഗത്തെ കോശങ്ങൾ സ്വയം നശിച്ച് രോഗം പടരുന്നത് തടയുന്നു. സസ്യത്തിൻ്റെ ഒരു ഭാഗം ആക്രമിക്കപ്പെടുമ്പോൾ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് രോഗബാധയെക്കുറിച്ച് സൂചന നൽകുന്നു. കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ രോഗാണു വ്യാപനം തടയുന്നതിന് കാലോസ് എന്ന പോളിസാക്കറൈഡ് ഉണ്ട്. കാലോസ് എന്ന് പറയുന്ന പോളിസാക്കറൈഡാണ്. തടയാനുണ്ട്. ജീവമണ്ഡലത്തിൽ രോഗങ്ങൾ അനിവാര്യമാണ്. അതിന് വിധേയമാകാത്ത ജീവജാലങ്ങളില്ല. മനുഷ്യരടക്കമുള്ള ജീവികൾക്കെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ജന്മനാലുണ്ട്. എന്നാൽ മനുഷ്യർ രോഗങ്ങളെ കീഴ്പ്പെടുത്താൻ സ്വന്തം രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പ്രതിരോധവൽക്കരണവും ചികിത്സയും അതിൽ ഉൾപ്പെടുന്നു. വൈദ്യശാസ്ത്ര മേഖലയിൽ വൻ
ചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തെറ്റായ ജീവിതചര്യകളും കൊണ്ട് മനുഷ്യർ പുതിയ പുതിയ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആരോഗ്യകരമായ ശീലങ്ങൾ പരിശീലിച്ചും ആർജിച്ചും ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതി നേടിയെടുക്കാനാണ് ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടത്. അതോടൊപ്പം ജീവിതോപാധിയായ കാർഷിക മേഖലയുടെ സുസ്ഥിതിയും ജീവിതം സുഗമമാക്കാൻ ആവശ്യമാണ്. അതാണ് ഈ പാഠഭാഗത്തിലൂടെ ആർജിക്കേണ്ട അറിവും രൂപപ്പെടുത്തേണ്ട മനോഭാവവും. ഇത്രയായിരുന്നു ഈ ചാപ്റ്റർ പറയുന്നത്. നന്നായി ഒരിക്കൽ കൂടി കേൾക്കുക. താങ്ക് യു.